ഹാർട്സ് വെൽക്കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. സോ മക്കളെ, അങ്ങനെ ഓടി നമ്മുടെ ഇംഗ്ലീഷ് പരീക്ഷ ഇങ്ങെത്തി. ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോട്ടീസ് റൈറ്റിംഗ് അല്ലേ. അപ്പൊ നോട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിലാണ്, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എന്ത് നോട്ടീസ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് നോട്ടീസ് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ നോട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 4th, 5th, 6th, 7th, 8th, 9th, 10th, 11th, 12th 12ാം ക്ലാസ് ഒരു ആവശ്യമുള്ള സംഗതിയാണ്. ഇപ്പോഴേ എന്ത് ചെയ്യാം, അടിച്ചു പൊളിച്ച് പഠിക്കാം. നോട്ടീസ് റൈറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇത്രയും ഈസി ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റാവുന്ന ഒരു ചോദ്യം വേറെ നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, അപ്പൊ നോട്ടീസ് എന്താണ്, വളരെ എൻജോയ് ചെയ്ത് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോയാൽ നൈസായിട്ട് മാർക്ക് വാങ്ങാം. എങ്ങനെയാണ് നമ്മൾ നോട്ടീസ് എഴുതാം? മിസ് ആദ്യം അതിൻ്റെ ഒരു ഫോർമാറ്റ് പഠിപ്പിച്ചു തരാം, പിന്നെ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യും. അത് നമ്മൾ ഇവിടെ നോക്കിയ ഇഷ്യൂയിങ് അതോറിറ്റി അല്ലെങ്കിൽ ഏജൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? ഇഷ്യൂയിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിയാണോ അല്ലെങ്കിൽ ആരാണോ ആ പരിപാടി നടത്തുന്നത് അവരാണ് എന്ത് എഴുതുന്നത്, നമ്മളിവിടെ പേര് എഴുതേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സൈലമാണ് നടത്തുന്നത് എന്ന് വിചാരിക്കുക ഒരു പരിപാടി. സൈലമാണ് നോട്ടീസ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും, സൈലം ലേണിംഗ് ആപ്പ് എന്ന് കൊടുക്കും. ഇപ്പൊ നിങ്ങളുടെ സ്കൂള് AUP പബ്ലിക് സ്കൂൾ, AUP പബ്ലിക് സ്കൂളിന്റെ അണ്ടറിൽ വരുന്ന നോട്ടീസ് ആണെങ്കിൽ നമ്മളിവിടെ എന്ത് എഴുതും, AUP പബ്ലിക് സ്കൂൾ എന്ന് എഴുതും നമ്മൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്ത്, ഇഷ്യൂയിങ് അതോറിറ്റി. ആരാണോ പരിപാടി നടത്തുന്നത് അവർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പേര് നമ്മൾ എന്ത് ചെയ്തും എഴുതും. ഓക്കെ, അടുത്തത് നോട്ടീസ്. എന്താ ഇത്, NOTICE നോട്ടീസ്. നോട്ടീസ് എന്നുള്ള തലക്കെട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതായിട്ട് സെന്ററിൽ എഴുതി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ സബ്ജക്റ്റ്. എന്താണ് സബ്ജക്റ്റ്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, വിഷയം. അതായത് നമ്മൾ ഏത് പരിപാടിയെ കുറിച്ചാണോ ഇവിടെ എഴുതാൻ പോകുന്നത്, നമ്മൾ ഏത് പരിപാടിയാണോ നടത്താൻ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു ആർട്സ് ഫെസ്റ്റിവൽ ആണ്, ആർട്സ് ഫെസ്റ്റിവൽ. യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ. ഒരു കോൺടെസ്റ്റ് ആണ്, ക്വിസ് കോമ്പറ്റീഷൻ ആണ്, ക്വിസ് കോമ്പറ്റീഷൻ. പൂക്കള മത്സരമാണ്, പൂക്കള മത്സരം. ഓണ സെലിബ്രേഷൻ ആണ്, ഓണ സെലിബ്രേഷൻ. അപ്പൊ സബ്ജക്റ്റ് ആയില്ലേ, സബ്ജക്റ്റ് വിഷയം എന്ത് ചെയ്താ ഇവിടെ നിങ്ങൾ എഴുതാം. അടുത്തത് റീസൺ ഫോർ റൈറ്റിംഗ് ദി നോട്ടീസ്. ഇനി നമ്മൾ എഴുതണ്ടേ ഇത്രയും വിവരങ്ങൾ മാത്രം കൊടുത്താൽ മതിയോ? പോരാ, നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ എന്ത് പരിപാടിയാണ് നടത്താൻ പോകുന്നത്, നമ്മൾ എന്ത് പരിപാടി നടത്താൻ പോകുന്നു അതിന്റെ വിശദ വിവരങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണ്ടേ. അടുത്ത് നോക്കിയേ, റിലവൻറ്റ് ഇവന്റ് ആൻഡ് ഒക്കേഷൻ ഇൻഫർമേഷൻ. നോട്ടീസ് പണ്ട് കഴിഞ്ഞതോ അല്ലെങ്കിൽ പണ്ടത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആരെങ്കിലും നോട്ടീസ് നടത്തുമോ? ഇല്ല. വരാൻ പോകുന്ന ഏറ്റവും പുതിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, എല്ലാവരും നോട്ടീസ് നടത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു ആവശ്യകത നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ജസ്റ്റ് ഒന്ന് എഴുതണം. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരു ഓണ സെലിബ്രേഷൻ ഉണ്ട്, ആരും അറിയുന്നില്ല. നിങ്ങൾ നോട്ടീസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ ഓണം സെലിബ്രേഷൻ ആണ്, ഓണം നമ്മുടെ ഒരു കേരളീയ ഉത്സവമല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സെലിബ്രേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം. അല്ലാണ്ട് നോട്ടീസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ ആരെങ്കിലും പറഞ്ഞു ഓണം സെലിബ്രേഷൻ ഉണ്ട്, നീ വരണേ, നീ വരണേ, അങ്ങനെയില്ല. അപ്പൊ ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. ഓക്കെ, അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്താ, ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് മാർക്കാണേ. നോക്കണേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഇവിടെ പറയുന്നത്, ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ്, ടൈം, വെന്യൂ. അതായത് പരിപാടി എന്താണോ ആ പരിപാടി എവിടെ വെച്ച് നടത്തുന്നു, എപ്പോൾ നടത്തുന്നു, എങ്ങനെ നടത്തുന്നു നമ്മൾ പറയണം. ഏത് സമയത്ത്, ഏത് ദിവസം, എവിടെയാണ് സ്ഥലം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് എഴുതാതെ എന്ത് ചെയ്യരുത്, നമ്മൾ പോകരുത്. അടുത്ത് നോക്കിയേ, സൈൻ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് ദി ഇഷ്യൂർ. സൈൻ, നെയിം ആൻഡ് ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ നോട്ടീസ് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ആളെ പേര്, ആ ആളെ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞ സ്ഥാനം, ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ഒരു മന്ത്രിയാണ് നോട്ടീസ് ഇടുന്നത്, രാം മോഹൻ, അണ്ടറിൽ എന്ത് ചെയ്താ, മിനിസ്റ്റർ. ഇപ്പൊ ഞാനാണ് നോട്ടീസ് എഴുതുന്നത്, അൻവര. താഴെ എന്ത് ചെയ്തു, ഡെസിഗ്നേഷൻ ഫാക്കൽറ്റി അല്ലെങ്കിൽ ടീച്ചർ. ഇപ്പൊ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് നിഷ, പ്രസിഡന്റ് സയൻസ് ക്ലബ് എന്നെഴുതൂലേ. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മേലെ ഇടത് ഭാഗത്ത് ഡേറ്റും മന്തും മാസും. ഏത് മന്തും ഡേറ്റ് ആയത്, ഈ നോട്ടീസ് ഇടുന്ന അന്നത്തെ ഡേറ്റ്, ആ മാസം, ആ വർഷം. ഓക്കെ അല്ലേ? അപ്പൊ ദിസ് ഇസ് ദ ഫോർമാറ്റ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ ഉത്തരമൊക്കെ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 4 സൈഡിൽ കൂടി നല്ല വൃത്തിക്ക് ഒരു കോളം വരച്ച് നോട്ടീസിന് എന്ത് ചെയ്യുക, കോളത്തിന്റെ ഉള്ളിലാക്കാം. മാർക്ക് സെറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത്, നമ്മുടെ നോട്ടീസ് റൈറ്റിങ്ങിന്റെ ഉത്തരം. ഇനി നോക്കിയേ, നമുക്കൊരു ഉദാഹരണം ചെയ്യാം.
ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കി, ഗാന്ധാര പാലസ്. നമ്മുടെ ഗാന്ധാര കിങ്ഡത്തിലെ കൊട്ടാരത്തിൽ നിന്നുമാണ് നോട്ടീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഗാന്ധാര പാലസ് ആണ് എന്ത്, ഇവിടെ ഇഷ്യൂയിങ് അതോറിറ്റി. അടുത്ത് നോക്കി, നമ്മൾ പഠിച്ചു നോട്ടീസ് എന്നുള്ള തലക്കെട്ട് നമ്മൾ എഴുതണം. നോട്ടീസ് എന്നുള്ള തലക്കെട്ട് ഹെഡിങ് നമ്മളിവിടെ കൊടുത്തു. നെക്സ്റ്റ് വൺ എന്താണ്, ദ ബെസ്റ്റ് ഫാമർ കോൺടെസ്റ്റ്. ഏറ്റവും നല്ല ഫാമറെ, ഏറ്റവും നല്ല കർഷകനെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം, കോൺടെസ്റ്റ്. അപ്പൊ അതാണ് എന്ത്, സബ്ജക്റ്റ്. ഡേറ്റ്, മന്ത്, ഇയർ നമ്മൾ പറഞ്ഞു 19 മെയ് 1780. കുറെ ബാക്കോട്ടല്ലേ, രാജഭരണല്ലേ, നമ്മളിപ്പോഴത്തുള്ള സമയം തന്നെയല്ല, അതുകൊണ്ട് 1780. അടുത്ത് നോക്കിയേ, ഇനി നമ്മൾ എഴുതണം എന്താണ് പരിപാടി, അതിന്റെ പ്രത്യേകത എന്താണ്, എവിടെ വെച്ചിട്ട്, ഏത് ദിവസം, ഏത് സമയം ഈ പരിപാടി നടക്കുന്നു നോക്കാം നമുക്ക്. ദിസ് ഈസ് ടു ഇൻഫോം യു people that the Gandhara kingdom is going to conduct a best farmer contest. ഈ നോട്ടീസ് ദിസ് ഈസ് ടു ഇൻഫോം യു, നിങ്ങളെ ഇൻഫോം ചെയ്യാനാണ്. ഗാന്ധാര പാലസ് എന്ത് ചെയ്യുന്നു, ഗാന്ധാര രാജ്യത്തിലെ ഗാന്ധാര കൊട്ടാരത്തിൽ വെച്ച് ഏറ്റവും നല്ല കർഷകനുള്ളൊരു കോൺടെസ്റ്റ്, ഒരു മത്സരം നമ്മൾ നടത്താൻ പോവുകയാണ്. സിൻസ് ദ പീപ്പിൾ ഓഫ് ഗാന്ധാര ലോസിംഗ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ഫാമിംഗ്. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. സിൻസ് ദ പീപ്പിൾ ഇൻ ഗാന്ധാര, ഗാന്ധാര രാജ്യത്തിലെ ആളുകൾക്ക്, കർഷകർക്ക് കൃഷിയിലുള്ള ഇൻട്രസ്റ്റ്, ലോസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ട്, അവർക്കത് നഷ്ടപ്പെടുന്നത് കാണുന്നത് കൊണ്ട്, ഇറ്റ് ക്രിയേറ്റ്സ് എ ടെൻഷൻ ഇൻ ദ കിങ്ഡം. അതുകൊണ്ട് തന്നെ രാജഭരണകൂടം ഒക്കെ, രാജാവിനും ആ രാജ്യത്തുള്ളവർക്കും എന്തുണ്ട്, ടെൻഷൻ ഉണ്ട്. കാരണം കൃഷി ചെയ്യണ്ടേ, ഫുഡ് വേണ്ടേ, വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് എല്ലാവർക്കും ഇതെന്തുണ്ട്, ഒരു ടെൻഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ടു എൻകറേജ് ആൻഡ് സപ്പോർട്ട് മൈ പീപ്പിൾ. അതുകൊണ്ട് തന്നെ ഗാന്ധാര രാജ്യത്തിലെ ആളുകളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഐ ആം ഓഫറിംഗ് 1000 ഗോൾഡ് കോയിൻസ് ടു ദ ബെസ്റ്റ് ഫാമർ. അപ്പൊ എൻ്റെ രാജ്യത്തുള്ള കർഷകരെ സഹായിക്കാനും അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാനും, എൻകറേജ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോത്സാഹിപ്പിക്കാം, അവരൊന്ന് പ്രോത്സാഹിപ്പിക്കാനും 1000 ഗോൾഡ് കോയിൻസ് എന്ത് ചെയ്യുന്നു, ഞാൻ സമ്മാനമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കാണ്, യു ഓൾ വിൽ പാർട്ടിസിപ്പേറ്റ് വെൽ, നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദ ഫാമേഴ്സ് ഹാവ് ടു ബ്രിങ് ടു ദ പാലസ് വിത്ത് ദെയർ ക്രോപ്സ്. എന്ത് ചെയ്യണം, എല്ലാവരും അവരുണ്ടാക്കിയെടുത്ത കൃഷി ചെയ്ത ക്രോപ്സുമായിട്ട് എന്ത് ചെയ്യണം, വരണം കൊട്ടാരത്തിൽ. എപ്പോഴാ വരേണ്ടത്, 25 ഡിസംബർ. മെയ്യിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോൺടെസ്റ്റ് നോട്ടീസ് വെക്കുന്നത്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 7 മാസം സമയം കൊടുത്തു. ഡിസംബറിൽ എന്ത് ചെയ്യണം, എല്ലാവരും ഈ പറഞ്ഞ കൃഷിയുമായിട്ട് കൊട്ടാരത്തിൽ വരണം. 25 ഡിസംബർ 1780. പീപ്പിൾ ഓഫ് ഗാന്ധാര ഇസ് വെൽക്കം ടു ദ പാലസ് എന്ന് രാജാവ് പറയാണ്. ഗാന്ധാര കൊട്ടാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാ എഴുതുന്നേ, പിംഗള. ആരാണ് പിംഗള, കിങ് ഓഫ് ഗാന്ധാര. ഗാന്ധാര കിങ്ഡത്തിലെ, ഗാന്ധാര രാജ്യത്തിലെ രാജാവ് എഴുതുന്ന നോട്ടീസാണ്. ഓക്കെ അല്ലേ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നോട്ടീസ് പഠിക്കും. നോട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് പോകണം നോട്ടീസ്. ഓക്കെ, ഇനിയും ഇതേപോലുള്ള കോണ്ടന്റ് നമുക്ക് പഠിക്കണം. ഓക്കെ അല്ലേ, താങ്ക് യു.